ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റിൽ എന്നെ വ്ളോഗിൽ കൂടെ പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാമെന്ന് തോന്നുന്നില്ലേ? ഇനി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. എൻ്റെ പേര് ബിൻഡ. എൻ്റെ നാട് എറണാകുളത്താണ്. എറണാകുളം എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടായിരിക്കില്ല. ഈസി ആയിട്ട് നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീടെത്തും. പിന്നെ ഇപ്പം ഞാൻ നാട്ടിലില്ല, ഇപ്പം ഞാൻ ദുബായിലാണ്. ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ വീട് മനോഹരവും അതുപോലെ തന്നെ വിശാലവുമായി തോന്നാൻ വേണ്ടിയിട്ട് ജാപ്പനീസിലെ ആൾക്കാർ ചെയ്യുന്ന കുറച്ച് ടിപ്പാണ്. അവർ ഈ വിശാലമായിട്ട് എന്നുള്ളൊരു സംഭവം ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അവിടെ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലയാളികൾ പൊതുവേ വീടൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലും കുറച്ച് വിജലംബിച്ചൊക്കെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഇൻക്ലൂഡിങ് മീ. പക്ഷേ ജാപ്പനീസിലെ ആൾക്കാർ അവർ ഒരുപാട് അങ്ങനെ പടികൂട്ടൻ ബ്ലങ്കാവൊന്നും പണിയുന്ന ആൾക്കാരല്ല. അവർ ചെറിയ ചെറിയ സ്പേസാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ സ്പേസ് ആണെന്നുണ്ടെങ്കിലും ഉള്ള ഇടം അവർ അടിപൊളിയാക്കിയും അവർക്കുള്ള കുറച്ചധികം സാധനങ്ങൾ എങ്ങനെ ആ ഒരു ചെറിയ സ്പേസിൽ ഉൾക്കൊള്ളിക്കാം എന്നുകൊണ്ടൊക്കെ അവർ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. പക്ഷേ ഇത് നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു വീട്, അല്ലെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ചുമരിലൊക്കെ ഡ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പറ്റും. അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും കേട്ടോ ഈ വീഡിയോ കൂടുതൽ യൂസ്ഫുൾ ആവുക. നമുക്കെന്നൊക്കെ വെച്ചാലുണ്ടല്ലോ, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കലാപരിപാടികൾ മാത്രമാണ് നമുക്കിവിടെ ഫ്ലാറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കലാപരിപാടികൾ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒന്നാമത്തെ ടിപ്പ് അവർ ഫോളോ ചെയ്യുന്നത്, ചെറിയ സ്പേസ് ആണെന്നുണ്ടെങ്കിലും അത് അത്യാവശ്യം വലിപ്പമുള്ളതായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ഈ കളേഴ്സൊക്കെ നമ്മൾ എടുക്കില്ല. ഇപ്പം വാൾപേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുന്നത്, കർട്ടൻസ്, അതൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ വളരെ ലൈറ്റായിട്ടുള്ള കളേഴ്സാണ് അവർ ചൂസ് ചെയ്യത്തുള്ളൂ. ഈ ലൈറ്റായിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്താലുള്ള ഗുണം അവർ പറയുന്നത്, നമുക്ക് ഇപ്പം ഒരു റൂമിൽ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് അടിച്ചു, അപ്പം ആ റൂം നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി വലിപ്പമുള്ളതായിട്ട് തോന്നും എന്നാണ്. ബ്രൈറ്റ് കളർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ലൈറ്റ് ഷെയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പം ആ ഒരു പെർട്ടിക്കുലർ സ്പേസ് കുറച്ചും കൂടെ വലിപ്പമുള്ളതാക്കി തോന്നും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ കർട്ടൻസൊക്കെ യൂസ് ചെയ്യുമ്പം ലൈറ്റായിട്ടുള്ള വൈറ്റ്, പിങ്ക്, ക്രീം, ഈ കർട്ടൻസൊക്കെയാണ് അവർ യൂസ് ചെയ്യുക. അതുപോലെ സോഫാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബീച്ച് ഷെയ്ഡ്സ്, പിന്നെ ബെഡ്ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള ഇതുപോലത്തെ ലൈറ്റ് പിങ്ക്, പിന്നെ ഈ ക്രീം, അങ്ങനത്തെ വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് മാത്രമാണ് അവർ യൂസ് ആക്കുക. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ മറ്റേ കെമിസ്ട്രി ഫിസിക്സൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അവർ പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പം എനിക്കിഷ്ടമാണ്. നമുക്ക് ആ ഒരു റൂമൊക്കെ കുറച്ചും കൂടെ രസമായിട്ട്, എൻ്റെ കിച്ചണ് ഞാനിപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്തില്ലേ, എനിക്ക് മുന്നത്തേക്കാട്ടിലും എൻ്റെ കിച്ചൺ ഇപ്പോൾ എനിക്കിഷ്ടമാണ്. പിന്നെ നെക്സ്റ്റ് അവർ കൂടുതൽ വെർട്ടിക്കൽ സ്പേസ് യൂസ് ആക്കുക. അതായത് നമ്മൾ ചുമരുകളിൽ, ഇതിപ്പോൾ ഞാൻ അതാ പറഞ്ഞേ, ഇത് നമ്മൾക്ക് ഡ്രില്ല് ചെയ്ത് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലായിരിക്കും നമുക്ക് പറ്റും. നമ്മൾ ഒരുപാട് ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, വീഡിയോസിലൊക്കെ. ഇപ്പോൾ ഒരുപാട് പുതിയ വീടുകളിലൊക്കെ മോഡേൺ കിച്ചണൊക്കെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ചുമരിൽ നമ്മളുടെ കപ്പുകൾ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്പൂണുകൾ ഹാങ് ചെയ്ത് വെക്കുക, ഏതെങ്കിലും പാനൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുക എന്നുള്ള രീതിയിൽ അവർ മാക്സിമം അതുപോലെ അവർ കിച്ചണിൽ ഒക്കെ യൂസ് ആക്കും. കാരണം ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് ഒരു 7-8 ഒരു കപ്പും ഗ്ലാസ്സൊക്കെയാണ് ഉള്ളത്. ആ ഒരു കപ്പും ഇതും വെക്കുന്ന കബോർഡ് ഉണ്ടല്ലോ, അത് നിറഞ്ഞു. പക്ഷെ അതേസമയം എനിക്ക് ചുമരിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് എനിക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് ഇങ്ങനെ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്ന രീതിയിലുള്ള സാധനമൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒട്ടും സെക്യൂർ അല്ല. ഞാനൊരു 4 കപ്പ് വെക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ പടുക്കൂന്ന് പറഞ്ഞിട്ട് നിലത്ത് വീഴും. പക്ഷെ നമുക്ക് നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ആണിയൊക്കെ അടിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ സ്പേസ് കുറവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചുമരിൽ ഇതേപോലെ ആണി അടിക്കാനോ ഡ്രില്ല് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഗതികളൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലത്തെ ചായ കുടിക്കുന്ന കപ്പുകൾ, ചെറിയ സ്പൂണുകൾ, ചെറിയ പാനുകളൊക്കെ അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറച്ച് ഡെക്കറൊക്കെ ചെയ്തിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറേ സ്പേസ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ അവരുടെ മെയിൻ ഒരു സംഭവമാണ് ഹിഡൻ സ്റ്റോറേജ്. അതായത് അവരിപ്പം കട്ടിലൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റോറേജ് ബോക്സ് നമ്മുടെ കട്ടിലിൻ്റെ താഴെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ സാധാ കബോർഡ് പോലെ ഇങ്ങനെ വലിച്ചിട്ട് സാധനങ്ങൾ ഒരുപാട് വെക്കാൻ പറ്റുന്ന പുതിയ പുതിയ കട്ടിലുകളില്ലേ,
അതൊക്കെ അവർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സോഫയും അതുപോലെ തന്നെയുണ്ട്. നമ്മൾ സോഫയുടെ ഇരിക്കുന്ന സ്ഥലം പൊക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഇതുപോലെ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ചില ഈ ഇത് കണ്ടിട്ടില്ലേ, സ്റ്റൂളുകൾ കണ്ടിട്ടില്ലേ, സ്റ്റൂളിൻ്റെ മേലത്തെ കുഷൻ പൊക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും. ഇതുപോലത്തെ ഐറ്റംസൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഓടിപ്പോയിട്ട് ഇതുപോലെ ഞാൻ മേടിക്കാനല്ല, ഇതിൽ പറയുന്ന ഒരു സംഗതികൾ എൻ്റെ വീട്ടിലില്ല. പക്ഷെ നമ്മൾ ഇനിയിപ്പം വൺസ് നമ്മളിതിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ചിന്തിച്ചിട്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ പോലെ നമുക്ക് സ്റ്റൂളും സംഭവങ്ങളൊക്കെ നമ്മൾക്ക് മേടിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇപ്പോൾ ആ സ്റ്റൂളിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇരിക്കുകയും ചെയ്യാം, അത്യാവശ്യം നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ നമ്മൾക്ക് അതിനുള്ളിൽ വെക്കുകയും ചെയ്യാം. മുന്നത്തെ വീഡിയോയിൽ ഒരിക്കൽ നമ്മൾ ഗസ്റ്റിനെ പേടിച്ചിട്ട് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലൊരു റൂം ഉണ്ടായിരിക്കില്ലേ, ഇതേപോലത്തെ ഹിഡൻ സ്പേസ് ഉള്ള സാധനങ്ങൾ, കസേര ആയിക്കോട്ടെ കുഷനായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഓടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടനെ തന്നെ ആ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ആക്കാമല്ലോ. പിന്നെ അവർ മൾട്ടി പർപ്പസ് ഐറ്റംസൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്, നമ്മളെക്കാട്ടിലും കുറച്ചും കൂടെ മുന്നിലേക്കാണ് അവർ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലും അതൊക്കെ ഉണ്ട് കേട്ടോ. അവരതിൽ മെയിനായിട്ട് ചിലവർ യൂസ് ചെയ്യുന്നതാണ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡൈനിങ് ടേബിൾ. അതായത് ഇനിയിപ്പം പുതിയ വീട് വെക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലത്തെ പുതിയ സാധനമൊക്കെ മേടിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മനസ്സിൽ വെക്കാമല്ലോ. ഓടിപ്പോയിട്ട് ഇത് മേടിക്കാനൊന്നും പറയുന്നതല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് ടേബിളായിട്ട് വെക്കാം, അതിങ്ങനെ മടക്കി പിന്നെ നമുക്ക് വേണ്ടാച്ച മടക്കി അങ്ങോട്ട് നീക്കി അങ്ങോട്ട് വെക്കാം. അപ്പോൾ അവിടെ കുറച്ചും കൂടെ നമ്മൾക്ക് സ്ഥലം കിട്ടും. പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് ഷൂസ് വെക്കുന്നത്. അതായത് ഷൂസ് നമ്മൾക്ക് സ്റ്റോറേജിലേക്ക് വെക്കാനും പറ്റും, അതിൻ്റെ മണ്ടയിൽ നമ്മൾക്ക് കയറിയിരിക്കാനും പറ്റും. അതായത് ഷൂ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയിൽ ഷൂസ് നമ്മൾക്ക് ആ പുറമേയുള്ള സ്ഥലത്ത് നമ്മൾക്ക് ഇങ്ങനെ റാക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷൂ നമ്മൾക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും, പക്ഷെ അതിൻ്റെ മേലെ ഒരു കുഷൻ പോലെയുണ്ട്. അപ്പോൾ ഷൂസൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഇരിക്കുകയും ചെയ്യാം. ഇതിപ്പം 2 in പർപ്പസ് പോലെയല്ലേ, അല്ലാത്ത പക്ഷം നമുക്ക് അവിടെ ഷൂ റാക്കും വേണം, പിന്നെ ഇരുന്ന് നമ്മൾക്ക് ചെരുപ്പിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റൂളും കൂടെ നമ്മൾ വെക്കണം. അപ്പോൾ ഇതുപോലെ ഒരുപാട് മൾട്ടി പർപ്പസ് ഐറ്റംസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾക്ക് രണ്ട് പ്രോഡക്റ്റ് അവിടെ വാങ്ങിക്കേണ്ടതിന് പകരം ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ മതി. പിന്നെ വലിച്ച് വാരി ഇടാതിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വീടിൻ്റെ ഉള്ളിൽ ഒരു ലിവിങ് റൂമിൽ വലിച്ച് വാരി സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലവും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷെ നമ്മൾ അടിച്ച് തൂത്ത് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഒക്കെ നിറയെ സ്ഥലം ഉണ്ടല്ലോ എന്ന് തോന്നും. ഇതെനിക്ക് ശരിക്കും മനസ്സിലാവും. നമ്മുടെ വീടൊക്കെ പെയിൻ്റ് അടിക്കൂലേ, പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വേറെ റൂമിലോട്ടേക്ക് നമ്മൾ സാധനങ്ങൾ മാറ്റും. അപ്പോൾ നമുക്ക് തോന്നും ഇത് എൻ്റെ റൂം തന്നെയായിരുന്നു, എന്തൊരു വലുപ്പമാണ്, അത്രേ ഉള്ളൂ എന്ന് കരുതിയിട്ട് റൂം ശൂന്യമായിട്ട് ഇടണം എന്നല്ല. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ റൂമിൽ നിന്ന് മാറ്റുക, ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കിടെ വീടൊക്കെ കുറച്ചും കൂടെ വലിപ്പവും വിശാലമുള്ളതായിട്ടൊക്കെ തോന്നും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭാവിയിലും അല്ലെങ്കിൽ കുറച്ച് കഴിയുമൊക്കെ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലോട്ടേക്ക് ഇമ്മാതിരി സാധനങ്ങളൊക്കെ മേടിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ വീട് പണിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഇതുപോലെ നിങ്ങൾ ജാപ്പനീസുകാരുടെ ഉണ്ടല്ലോ സ്റ്റോറേജ് സ്പേസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനത്തെയൊക്കെ ചെയ്യുക. നമുക്ക് ലാഭിക്കാനേ കുറേ പൈസയും അതെ സ്ഥലവും അതെ. അപ്പോൾ അത്രയേ ഉള്ളൂ.